ഡൈനോസറുകൾ ജീവിച്ചിരുന്നത് മിൽക്കി വേയുടെ എതിർവശത്തായിരുന്നു. ഏകദേശം 165 മില്യൺ വർഷത്തോളം ഭൂമിയെ അടക്കി വാണിരുന്ന ജീവിവർഗമായിരുന്നു ഡൈനോസറുകൾ. നമുക്കറിയാം, നമ്മുടെ ഭൂമി മിൽക്കി വേ എന്ന ഗാലക്സിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഭൂമി മിൽക്കി വേ ഗാലക്സിയുടെ ഈ ഒരു ഭാഗത്തായാണ് ഉള്ളത്. ഭൂമി സൂര്യനെ വലമിക്കുന്നത് പോലെ സൂര്യനും മിൽക്കി വേയിലെ മറ്റ് എല്ലാ വസ്തുക്കളും മിൽക്കി വേ ഗാലക്സിയുടെ മധ്യത്തിലുള്ള സജറ്റേറിയസ് എ സ്റ്റാർ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ വലമിക്കുന്നുണ്ട്. ഏകദേശം 200 മില്യൺ വർഷങ്ങൾ വേണം സൂര്യന് ഒരു തവണ ഈ ബ്ലാക്ക് ഹോളിനെ വലം വയ്ക്കാൻ. ഡൈനോസറുകൾ ജീവിച്ചിരുന്ന ക്രെറ്റേഷ്യസ് കാലഘട്ടം 145 മുതൽ 65 മില്യൺ വർഷങ്ങൾക്ക് മുൻപായിരുന്നു. അതുകൊണ്ട് ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡൈനോസറുകൾ എല്ലാം തന്നെ ഇപ്പോൾ മിൽക്കി വേ ഗാലക്സിയുടെ ഏത് വശത്താണോ ഭൂമി ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഭൂമി ഉള്ളപ്പോൾ ആയിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഡൈനോസറുകളുടെ കാലഘട്ടത്തിൽ മിൽക്കി വേയുടെ എവിടെയായിരുന്നോ ഭൂമിയുടെ സ്ഥാനം അതിന്റെ നേർ എതിർവശത്താണ് ഇപ്പോൾ ഭൂമി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡൈനോസറുകൾ അന്ന് കണ്ട ആകാശ കാഴ്ചകളും നക്ഷത്രങ്ങളും നാം ഇന്ന് കാണുന്ന തരത്തിലുള്ളവയായിരുന്നില്ല.